ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ അല്ലേ? എന്നാ ആൻറ്റി ഒരു കഥ പറയാം. അപ്പോൾ കഥ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കണ്ടേ? നമുക്ക് ഇന്നത്തെ വാക്യം, കുഞ്ഞുങ്ങൾ വാക്യം പഠിക്കുന്നുണ്ടെന്ന് ആൻറ്റി വിചാരിക്കുന്നു. വാക്യം പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് നമുക്ക് വേണ്ടിയ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനും നമ്മളെ ഓർപ്പിക്കുന്നതിനും പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ജീവിക്കുന്നതിനും ഒക്കെ ഈ വാക്യം നമുക്ക് ആശ്വാസകരമായിട്ടും ഹെൽപ്പായിട്ടും ചെയ്യും. അതുകൊണ്ട് വാക്യം പഠിക്കണം കേട്ടോ. നമുക്ക് ഇന്നത്തെ വാക്യം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 23:1-2. വളരെ ഈസി ആയിട്ടുള്ള വാക്യമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം മിക്കവാറും പേർക്ക് അറിയാവുന്ന വാക്യമാണ്. ഒന്നും കൂടെ പറയാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഇന്നത്തെ കഥ ഈ വാക്യത്തിൻ്റെ ഈ അധ്യായത്തെക്കുറിച്ച് രണ്ടുപേര് പറഞ്ഞ അഭിപ്രായം, രണ്ടുപേര് ഈ അധ്യായം വായിച്ചപ്പോഴുണ്ടായ അനുഭവമാണ് ഇന്നത്തെ അമ്മ ഈ കഥയെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലണ്ടനിൽ ഒരു വലിയ പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിൽ ഭയങ്കര കഴിവുള്ള ഒരു പാട്ട് പാടാനൊക്കെ കഴിവുള്ളവരുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വലിയ പാട്ടുകാരുടെ വിദഗ്ധന്മാരായിട്ടുള്ളവരൊക്കെ ഇന്ന് നമുക്കുണ്ടല്ലോ. അതുപോലെ തന്നെ പാട്ടിൽ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ പാട്ടുകാരൻ. അപ്പോൾ ആ പാട്ടുകാരന് ഭയങ്കര വെൽക്കമാണ് കൊടുത്തത്. ലോകം ആ ദേശം മുഴുവനും ഉണ്ട്. ലണ്ടനിലുള്ള എല്ലാ തെരുവീതികളിലും ഈ വ്യക്തിയുടെ പേരൊക്കെ എഴുതി ഇന്ന ആൾ പാട്ട് പാടാനായിട്ട് ഇന്ന ആൾ വരുന്നുണ്ട് എന്ന് അങ്ങനെ പബ്ലിസിറ്റി എല്ലാം കൊടുത്ത് ആ പാട്ടുകാരനെ അങ്ങനെ ഒരു വെൽക്കം അവന് കൊടുത്തു. അതിനുശേഷം പ്രോഗ്രാം കഴിഞ്ഞതിന് ഈ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞ്, നമ്മൾക്ക് പാട്ട് കച്ചേരി എന്ന് പറയാം, അവരുടെ ഇത് പാട്ട് കച്ചേരി പോലെ വലിയ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ടവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ വലിയൊരു പാർട്ടി കൊടുത്തു. അങ്ങനെ ആ പാർട്ടിയിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ അനേകരുണ്ടായിരുന്നു. അതിലൊരു കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനുമുണ്ടായിരുന്നു. അപ്പോൾ പ്രായമുള്ളൊരു മനുഷ്യൻ പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം ക്രിസ്തീയ പാട്ടുകളും പാടുന്ന ഒരു വളരെ അറിയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ്. ആ പാട്ട് പാടാൻ ഒത്തിരി കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പാട്ടുകാരനോട് ഈ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു കാര്യം കേട്ടാൽ കൊള്ളാമുണ്ട്. അങ്ങ് എന്ത് ചെയ്യണം? 23-ാം സങ്കീർത്തനം പാട്ടായിട്ട് ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. 23-ാം സങ്കീർത്തനം പാട്ടായിട്ട് പാടാമോ എന്ന് ചോദിച്ചു. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് പാട്ട് തന്നെയാണല്ലോ. അപ്പോൾ ആ 23-ാം സങ്കീർത്തനം ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ ഈ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ മ്യൂസിഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു കണ്ടീഷനിൽ പറയാം, ഞാനൊരു കണ്ടീഷൻ വയ്ക്കുന്നു, അങ്ങനെ പറയാം. നമ്മളും പറയാറില്ലേ കുഞ്ഞുങ്ങളെ, ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ ഞാനും വല്യമ്മച്ചിമാരോട് കുഞ്ഞുങ്ങൾ പറയും, അമ്മച്ചി കഥ പറഞ്ഞു തരാം, അമ്മച്ചീനെ കഥ പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ അമ്മച്ചീനെ ചിലപ്പോൾ പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യണം കൊച്ചുവാവ, ഒരു കഥ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൽ അമ്മച്ചീനെയും കഥ പറയുമെന്ന് പറയും. ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇല്ലേ? വല്യമ്മച്ചിമാർ പറയും, മമ്മിമാർ പറയും. അപ്പോൾ ഈ മ്യൂസിഷ്യൻ വളരെ കഴിവുള്ള ഇദ്ദേഹം പറഞ്ഞു, ഈ വല്യപ്പച്ചൻ്റെ ആഗ്രഹം കണ്ടപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ പാട്ട് പാടിയതിന് ശേഷം അങ്ങും ഈ 23-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത് വലിയ സന്തോഷമായിട്ട് പറഞ്ഞു. അപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള പാടാനൊന്നുമുള്ള കഴിവില്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഞാൻ ഈ പാട്ട് പാടിക്കഴിയുമ്പോൾ അങ്ങും ഈ സങ്കീർത്തനം പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മ്യൂസിഷ്യൻ ഈ 23-ാം സങ്കീർത്തനം അങ്ങ് പാടി. അപ്പോൾ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അത്ര മനോഹരമായിട്ടാണ്
അങ്ങ് മനോഹരമെന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് ആ സങ്കീർത്തനം ആ മ്യൂസിഷ്യൻ കഴിവുള്ള വ്യക്തിയാണ്. പാട്ട് എഴുതുവാനും അതുപോലെ തന്നെ പാടുവാനും കഴിവുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ആ 23-ാം സങ്കീർത്തനം അങ്ങ് പാടിയപ്പോൾ ആ സദസ്സിലുള്ളവർ മുഴുവനും അനങ്ങാതെ ശ്വാസം അടക്കി നിന്ന് അത്രയും സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ, ആ 23-ാം സങ്കീർത്തനം പാടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എല്ലാവരും സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പ്രോമിസൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് പാട്ട് പാടാനൊന്നും പറയത്തില്ല, പക്ഷേ എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം. ഈ 23-ാം സങ്കീർത്തനം അറിയുന്നതുകൊണ്ട് ഈ 23-ാം സങ്കീർത്തനം ഞാൻ വായിക്കാൻ പോവുകയാണ്. എനിക്ക് 23-ാം സങ്കീർത്തനത്തിലെ ആ സങ്കീർത്തനത്തിലെ ഇടയനെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഇടയനോട് ഞാൻ ഈ പറയുവാൻ പോവുകയാണ്. ഈ ഇടയൻ ആരാണെന്നുള്ളത് 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആട് എങ്ങനെയുള്ള ആടും ആട്ടിടയനെയും കുറിച്ചാണ്. അപ്പോൾ ഞാനും ഈ ആട്ടിടയനായ ആ ആടുകളുടെ ഒരാളാണ്. ഞാനത് പറയാം, അത് വായിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ സങ്കീർത്തനം അങ്ങ് വായിച്ചു. സങ്കീർത്തനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് അത്ഭുതം കൊണ്ട് അവർ അങ്ങ് വീർപ്പ് മുട്ടി. അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കുന്ന ഇതിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ആ ലോകത്ത് അവിടെ ഇരിക്കുന്ന എല്ലാ സദസ്യർക്കും അത് അവർക്ക് ഫീൽ ചെയ്യാനൊക്കും. അതെ, യഹോവ എൻ്റെ ഇടയനാകുന്നു. അങ്ങനെ അദ്ദേഹം ആ സങ്കീർത്തനം മുഴുവനും അങ്ങ് വായിച്ചു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ രണ്ടാമത്തെ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ളവരുടെ എല്ലാവരുടെയും അദ്ദേഹം ആ വായിക്കുന്നതിനോടൊപ്പം തന്നെ അവരും ആ അദ്ദേഹത്തിൻ്റെ ആ വായനയെ ലയിച്ചു കഴിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വായിച്ചു തീർത്തു. അദ്ദേഹം വായിച്ചു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇത് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ മനുഷ്യരും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. ഈ വായിച്ചുകൊണ്ടിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുകയാണ്. കാരണം ആ ഇടയനെ നന്നായിട്ട് അറിയുന്ന ഒരാടായിരുന്നു. മാത്രമല്ല കുഞ്ഞുങ്ങളെ, അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അതിനുശേഷം അദ്ദേഹം വായിച്ചത് തീർത്തവിടെ ഇരുന്നു. അവിടെയുള്ള മനുഷ്യരെല്ലാവരും എഴുന്നേറ്റ് അവരെല്ലാവരും അവരുടെ കണ്ണിൽ നിന്ന് എല്ലാവരുടെയും ഉള്ളിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായിട്ട് മനസ്സിലാക്കി തീർന്നു. അപ്പോൾ ആ മ്യൂസിഷ്യൻ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പാടാനറിയാം സങ്കീർത്തനം 23, എന്നാൽ അങ്ങയ്ക്ക് ആ സങ്കീർത്തനത്തിലെ ഇടയനെ അറിയാം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് പാടാൻ മനോഹരമായിട്ടറിയാം, എന്നാൽ ആ സങ്കീർത്തനത്തിലെ ഇടയനെ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ ആ ഇടയനെ അറിയുന്ന ഒരു വ്യക്തി ആ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ പാടിയില്ല. വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കരഞ്ഞു. ഇവരുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എനിക്കും മനസ്സിലായി ഈ ഇടയനെ എനിക്കും അറിയണം എന്നുള്ള ആഗ്രഹം എന്നിലുണ്ടായി എന്ന് പറഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ ഈ ഇടയനെ നമുക്കറിയാമോ? അതോ വെറുതെ നമ്മൾ കാണാപ്പാഠം പഠിക്കുകയാണോ കുഞ്ഞുങ്ങളെ? ഈ സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം ഓരോന്നും വായിക്കുമ്പോൾ വായിക്കുന്ന ആ വ്യക്തിയെ, നമ്മളോട് പറയുന്ന വ്യക്തിയെ നാം അറിഞ്ഞിട്ട് വായിക്കുമ്പോൾ അത് നമുക്ക് ആശ്വാസത്തിനും നമ്മളുടെ ഗുണീകരണത്തിനും ഇടയായിട്ട് തീരും. അങ്ങനെ ആ സദസ്സിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ
ഒരു ഒരു ദിവസമായിട്ട് അന്ന് തീർന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആക്ച്വലി വിളിച്ചത് ആ മ്യൂസിഷ്യനെ ആ ലണ്ടൻ പട്ടണം മുഴുവനും നോക്കിയിരുന്നത് ആ മ്യൂസിഷ്യൻ്റെ പാട്ടിന് വേണ്ടിയാണ്. എന്നാൽ ലാസ്റ്റിൽ വന്നപ്പോൾ ആ മ്യൂസിഷ്യൻ്റെ പാട്ടിനേക്കാളും മനോഹരമായിട്ട് ഈ ഇടയനെ അറിയുവാനായിട്ട് അനേകരുണ്ടായി എന്ന് ചരിത്രം പറയുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും ആ ക്രിസ്തുവിനെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള പോർഷൻസ് അറിഞ്ഞുകൊണ്ട് വായിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതേ, കൂരിരുൾ താഴ്വൾ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അത് പറയുമ്പോൾ ഭയപ്പെടാത്തവരായിട്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ആ ഭാഗം വായിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെയുള്ള ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ആൻറ്റി എപ്പോഴിട്ടാലും അപ്പോൾ നിങ്ങൾക്ക് കഥ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.